ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും തമ്പനിയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നല്ലൊരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നും നമ്മൾ എങ്ങനെയാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ആ ഗെയിമിൽ നമ്മൾ എങ്ങനെ ട്രക്ക് വാങ്ങിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ഇതേപോലത്തെ ടിപ്സ് ആൻഡ് ബക്സിൻ്റെയൊക്കെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ബസ് മോഡ്സ് ഒന്ന് സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേരള ബസ് മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ. ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്ത് വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ മേലെ കാണാൻ പറ്റും നിങ്ങൾക്ക് കേരള മോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മഞ്ഞ കളറിൽ ഐക്കൺ. അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മോഡ് കാര്യങ്ങളൊക്കെ വർക്കാകത്തുള്ളൂ. അത് ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ ആഡ് കാര്യങ്ങളൊക്കെ വരൊക്കെ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളി എന്താ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ആഡും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ട്രക്ക് എന്ന് കാണാൻ പറ്റും. ട്രക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെറ്റ് എന്തായാലും ഓണാക്കിയിരിക്കണം. മീൻസ് ഇൻ്റർനെറ്റ് വൈഫൈ എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ഓണാക്കിയിരിക്കണം. അപ്പോൾ ഇതിൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ട്രക്ക് ഏതാ വെച്ചാൽ ഒരു ഗ്രീൻ കളർ ട്രക്കാണ്. ഈ ട്രക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ട്രക്ക് നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ട്രക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ട്രക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ അതിലിപ്പോൾ എൻ്റെ വീഡിയോയുടെ ഡെമോയ്ക്ക് വേണ്ടി നമ്മൾ കാണിക്കണം. അപ്പോൾ നിങ്ങൾ അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്നത് തൊട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ ഡൗൺലോഡ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മഞ്ഞ കളറിൽ. അപ്പോൾ അതിൽ തൊട്ട് കുറച്ച് സെക്കൻഡ്സ് കാര്യങ്ങളൊക്കെ കാണും, 10 സെക്കൻഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളത് വേറെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, 10 സെക്കൻഡ് കഴിയുന്നവരെ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ അപ്പോൾ കണക്റ്റ് ലിങ്ക് അങ്ങനെ എന്തോ കാണിക്കുക. അപ്പോൾ നിങ്ങൾ വീണ്ടും മഞ്ഞ കളർ ബോക്സ് തുടങ്ങിച്ച് പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്നില്ലെങ്കിൽ അതിൽ ഡബിൾ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റ ടാപ്പ് ചെയ്ത് ചിലപ്പോൾ ഒരു പരസ്യം കാരണം വേറെ പേജ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കുക. അല്ലെങ്കിൽ എന്നിട്ട് ഡബിൾ ടാപ്പ് ഞെക്കിയാൽ മതി സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേലെ ഡൗൺലോഡ് ആകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ഡൗൺലോഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ ഏതായാലും ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. മീൻസ് നമ്മുടെ ഫയൽ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, 2-3 KB കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫയലിന്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിം ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ വണ്ടി കാര്യങ്ങളൊന്നും മാറിയിട്ട് മീൻസ് എൻ്റെ വെഹിക്കിൾ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറേ സംശയം ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ വേറെ ഒന്നല്ല കേസ്, നിങ്ങൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് മോഡെന്ന് പറയുന്നത് കാണാൻ പറ്റും. ഏറ്റവും അടിയിലായിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട് മോഡെന്ന് പറഞ്ഞിട്ട് ആ മോഡിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇമ്പോർട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫയൽ മാനേജറിലോട്ട് പോകുന്നതായിരിക്കും. മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫയൽ മാനേജറിലോട്ട് പോയപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഫയൽ മാനേജറിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ലിങ്ക് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ടാപ്പ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ക്യാഷോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആഡ് കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലോട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. എന്നിട്ട് നിങ്ങൾ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ വണ്ടി കാര്യങ്ങളൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ട്രക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ട്രക്കോ ബസ്സോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്കും വാങ്ങാൻ പറ്റും. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ബസ് എടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ പറ്റുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ KSRTC എങ്ങനെ എടുക്കുന്നതിനൊക്കെ പറ്റുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ എന്തിനെ പറ്റുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണ്ടിച്ച് അതുപോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കെന്ന് ഞാൻ അതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ഓൺ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.